ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ. മനോഹരമായ പ്രദേശം എന്ന് പറഞ്ഞാൽ അല്ലേ, വളരെ പച്ചപ്പാർന്ന ഒരു ലോകം. അതായത് നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്തിലാണ്. കേരളശ്ശേരി പഞ്ചായത്തിലെ തടുക്കശ്ശേരി ആ പരിസരമൊക്കെ നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചതാണ് അല്ലേ. എന്തായാലും തടുക്കശ്ശേരി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ വളരെ അടുത്തുള്ള ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. അതായത് ആ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു 10 അടി വെച്ച് നമുക്ക് വലത്തോട്ടൊരു വഴി കാണും. അവിടെ നിന്ന് വരുന്ന ഒരു റോഡാണിത് കേട്ടോ. അതായത് ഒരു ഇങ്ങനെ ഒരു 3 കൂടിയ റോഡ് എന്ന് പറയില്ലേ, ആ കാണുന്നത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. അതായത് നമ്മൾ തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് വെണ്ണടി റോഡ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഈ ഒരു വഴി വരുന്നൊരു വഴിയാണ്. ഈ ഒരു പരിസരത്തൊക്കെ ധാരാളം സ്ഥലങ്ങൾ പ്ലോട്ട് ചെയ്തിട്ടിരിക്കും, നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് നല്ല വഴി സൗകര്യം ഉണ്ട് അല്ലേ. സാധാരണ രീതിയിൽ നമ്മളൊരു വീടൊക്കെ വെക്കാൻ പ്രോപ്പർട്ടികൾ നോക്കുമ്പോൾ വഴിയുണ്ടോ എന്ന് ചോദിക്കാം. നല്ലൊരു കോൺക്രീറ്റ് റോഡ് നമുക്കിവിടെ കാണാനുണ്ട്. നമ്മൾ ആ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കയറി ഒരു 1.5 മിനിറ്റ് മാത്രം ദൂരമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയില്ലേ, കമ്പിവേലിയൊക്കെ കെട്ടി ഇങ്ങനെ വേർതിരിച്ച് വഴികളൊക്കെ പ്ലോട്ടുകളൊക്കെ തിരിച്ചിട്ടത്. പിന്നെ നിരവധി വീടുകളുണ്ട്, നമ്മൾ വരുന്ന വഴിക്കൊക്കെ നിരവധി വീടുകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കറക്റ്റായിട്ടൊരു വലിയൊരു വാഹനം വരുവാനുള്ള വഴിയുമുണ്ട് അല്ലേ. സാധാരണ വഴി സൗകര്യമാണ്. വീടൊക്കെ വെക്കണമെന്ന് ആളുകൾ ഒരു 1, 2, 3 ആളുകൾ കൂടി ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ടിപ്പറും ലോറിയൊക്കെ വരാൻ അല്ലേ പാകത്തിനുള്ള വഴിയുണ്ടോ എന്നാണ് അന്വേഷിക്കാറ്. എന്തായാലും നമുക്ക് അത്യാവശ്യം വലിയൊരു വാഹനം വരുവാനുള്ള വഴി സൗകര്യമുണ്ട്. അപ്പോൾ കേരളശ്ശേരി പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് നമ്മളുള്ളത്. തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു ഏകദേശം 700 മീറ്റർ അല്ലേ, 700 മീറ്റർ അല്ലേ. നമ്മൾ കോങ്ങാട് ടൗണിൽ നിന്നൊക്കെ വഴി ദൂരം പറയുകയാണെങ്കിൽ ഒരു 6.5 കിലോമീറ്റർ അല്ലേ. കോങ്ങാട് ടൗണിൽ നിന്ന് കേട്ടോ, കോങ്ങാട് നിന്നും ഒരു ഏകദേശം 5-5.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇങ്ങോട്ട് ഉണ്ടാവുക, ഏകദേശം 6 ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലൊക്കെ സ്ഥലങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അന്നൊക്കെ നമുക്ക് വളരെ കൂടിയ വിലയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. 1 ലക്ഷത്തിന് മുകളിൽ 1.25, 1.40, 1.50 ആ രീതിയിലൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ കുറഞ്ഞ വിലയില്ലേ, 1 ലക്ഷത്തിൽ താഴെ നമുക്ക് ഈ അടുത്ത് തന്നെ ഈ ഒരു പരിസരത്തൊക്കെ നമുക്കൊരു 80,000 രൂപയ്ക്ക് നമുക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ കാണുന്ന പ്രോപ്പർട്ടിയുടെ ഒക്കെ കുറച്ച് അപ്പുറത്ത് അവിടെയൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ വന്നു തുടങ്ങി. സെൻറ്റിന് 80,000 രൂപയ്ക്കാണ് ഈ അടുത്തിടെ കച്ചവടങ്ങൾ നടന്നത്. അപ്പോൾ നമുക്ക് അതിലും കുറച്ച് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇവരോട് ചോദിച്ചതില്ലേ. അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയാലോ അല്ലേ. 80ലും താഴെയാണ് നമ്മൾ വില പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 1 ഏക്കർ കൂടുതൽ സ്ഥലമുണ്ട്. 1 ഏക്കർ 2 സെൻറ്റ് ഉണ്ടാവും. അളന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാകും. എന്തായാലും ടോട്ടലായിട്ട് 1 ഏക്കർ കൂടുതലുള്ള ഈ ഒരു മനോഹരമായ സ്ഥലത്ത് ധാരാളം മരങ്ങളാണ്. നമുക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചക്കയും മാങ്ങയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ആവശ്യം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ചെടികൾ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി വരുമ്പോഴത്തേനും നമ്മുടെ ഒരു പുരുഷായുസ് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും നല്ല മുറ്റത്തന്നെ ഒരു തണൽ വിരിച്ച് നല്ലൊരു കൊയ്യക്കാന്മാരുണ്ട് അല്ലേ, കൊയ്യക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിര് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു തെങ്ങിൻ്റെ അപ്പുറത്ത് നമുക്ക് ഓരോ നമ്മൾ കമ്പിവേലിയുടെ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിരൊക്കെ കൃത്യമാണ്, നമ്മുടെ 4 ഭാഗത്തും അതിര് കൃത്യമാണ്. പിന്നെ ഏകദേശം നല്ലപോലെ കായ്ക്കുന്ന ഒരു 10 തെങ്ങുകളുണ്ടല്ലോ. അപ്പോൾ കുറേ തെങ്ങുകളുണ്ട്, നമുക്ക് കായ്ക്കുന്ന 10 തെങ്ങുകളുണ്ടല്ലോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റംബുട്ടാൻ്റെ മരം കാണാൻ പറ്റും. റംബുട്ടാനൊന്നും ഇവിടെ ഉണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട്. പിന്നെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മളൊരു വീടിൻ്റെ സൈഡിലോട്ടെ, ഈ ഒരു വീട് നമുക്കൊരു 3 ബെഡ്റൂം സൗകര്യമുള്ളൊരു വീടാണ്. അത് നമുക്ക് ലാസ്റ്റ് കാണാം. പിന്നെ ഇതാ കയ്യെത്തും ദൂരത്ത് പപ്പായൊക്കെ അല്ലേ. നമ്മളൊക്കെ ഒരു പപ്പായ കിട്ടണമെന്ന് വെച്ചാൽ കടയിൽ പോയി മേടിക്കണം. എന്തായാലും ഇവിടെയൊക്കെ പപ്പായൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് വീടിൻ്റെ ഒരു പുറകുവശം, അതിൻ്റെ ഒരു കാഴ്ചകൾ. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ചധികം നടക്കാനുണ്ട്. 1 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നടന്ന് കാണിക്കാനുണ്ട്. ഒരു 2 മിനിറ്റിൽ പെട്ടെന്ന് പറഞ്ഞ് പോകാനൊന്നും പറ്റൂല. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അവിടെ നമുക്ക് എന്തുണ്ട്, അതിരുകല്ലുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ തന്നെ പോയി നോക്കാം. നമുക്ക് മുന്നിലൂടെ തന്നെ പോയി അതുവഴി തന്നെ ഇറങ്ങാം അല്ലേ. നമുക്ക് വലുതും ചെറുതുമായ വാഹനങ്ങളല്ലേ, ലക്ഷറി വാഹനങ്ങളായിക്കോട്ടെ, ഏത് വന്ന് കയറി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അല്ലേ. കുണ്ടും കുഴികളോ അങ്ങനെയൊന്നുമില്ല അല്ലേ, നിരന്നൊരു ഭൂപ്രദേശമാണ് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10ഓളം തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവിടുത്തെ പ്ലാവാണ് താരം. അതായത് ഏകദേശം ഒരു 40ഓളം പ്ലാവുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ സാധാരണ പ്ലാവുണ്ട്, ആഞ്ഞില ചക്കയുടെ പ്ലാവുണ്ട് അല്ലേ. ഇതിപ്പോൾ സാധാരണ പ്ലാവ് നമ്മുടെ നാടൻ ചക്കകളൊക്കെ ഉണ്ടാകുന്നതാണ്.
അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ഒരു ഭീമനായിട്ടുള്ള വലിയ നിറയെ ആഞ്ഞിലി ചക്കയൊക്കെ കായ്ച്ചു നിൽക്കുന്ന ഇഷ്ടം പോലെ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചില ആളുകൾ ചോദിക്കും ഇത് എന്ത് ചക്കയാണ് ചോദിക്കില്ലേ, അറിയാത്ത ആളുകൾ. നമുക്കിതാ ഇവിടെ ഒന്ന് കിട്ടുക നോക്കാം അല്ലേ, കിട്ടിയില്ല അല്ലേ, ഇവിടെ ഉണ്ടോന്ന് എന്തായാലും. അയ്യോ, എന്തായാലും നിലത്ത് വീഴാൻ വയ്യ, സാധനം ഇവിടെ ഉണ്ട്. പിന്നെ താഴെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും. ഇത്രയും ഉണ്ടാവുള്ളതിൻ്റെ വലുപ്പം ചെറുതാ. ഇതിനങ്ങൾ കുറച്ചുകൂടെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരട്ടെ, കിളികളൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വണ്ണം കണ്ടില്ലേ, ഈ ഒരു പ്ലാവിൻ്റെ ഒരു വണ്ണം കണ്ടില്ലേ, അല്ലേ ഇങ്ങനെ പഠിച്ച് എത്തൂല ഇത്രയും വണ്ണുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള 40ഓളം പ്ലാവുകൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പറമ്പിൽ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല പിന്നെ നിരവധി മറ്റു മരങ്ങളാണ്. കുരുമുളകുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇപ്പോൾ നമ്മുടെ അതിര് ഇവിടെ വ്യക്തമാണ് കേട്ടോ, അവിടെ അങ്ങനെ കമ്പിവേലി കല്ല് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കവുങ്ങൊക്കെ പിന്നെ പറയാൻ മാത്രമല്ല, കാരണം കവുങ്ങൊക്കെ പോയി കേടാ, ചിലതൊക്കെ തലയൊക്കെ പോയിട്ടുണ്ട് കവുങ്ങിൻ്റെ. അത്യാവശ്യം എന്താ പറയുക, കവുങ്ങിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. പക്ഷേ എങ്കിലും കുരുമുളക് നമുക്ക് കയറ്റി വിടാം, കുരുമുളകുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, തെങ്ങ് പിന്നെ ഞാൻ പറഞ്ഞു നല്ല നല്ല പഴയ തെങ്ങുകളാട്ടോ. ഇപ്പോൾ ഹൈബ്രിഡ് തെങ്ങല്ല, നമ്മുടെ പഴയകാല തെങ്ങുകളൊരു 10ഓളം കായ്ക്കണതുണ്ട്. പിന്നെ ഇതാ കുരുമുളകൊക്കെ ഓരോ കൊടിയിലും ഓരോ തിരിയെന്ന് പറഞ്ഞാൽ നിറയെ കുരുമുളകാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, ഇഷ്ടം പോലെ കുരുമുളകാണ്. സൗണ്ടൊന്നും ശരിയില്ല, കുറച്ച് നാളായിട്ടേ ചുമയും ഈ മഞ്ഞൊക്കെ അല്ലേ. ഒരു പച്ചക്കുരുമുളക് 2 കഴിച്ച് നോക്കാം എന്തായാലും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ജലലഭ്യതയുള്ള, അതായത് ഓപ്പൺ വെല്ല് തന്നെ അല്ലേ, നല്ലൊരു കിണർ നമുക്ക് ഈ പറമ്പിൻ്റെ പുറകുവശത്തുണ്ട്. അവിടെ തന്നെയാണ് നമുക്ക് കുടിവെള്ളവും കാര്യങ്ങളൊക്കെ, പിന്നെ ജലനിധിയുടെ കണക്ഷനൊക്കെ ഉണ്ട്. ഇത് സാധാ ഒരു പ്ലാവാണല്ലേ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറമ്പിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് തെങ്ങുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കേട്ടോ. ഈ ഒരു ഭാഗം നോക്കിയാൽ നിറയെ തെങ്ങുണ്ട്. പിന്നെ മാവും ചെറുതും വലുതുമായ മാവും, പിന്നെ വേറെ പുതിയ കവുങ്ങും തൈകളും അതുപോലെ ചെറിയ തെങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു തെങ്ങിൻ്റെയൊക്കെ അവധി കഴിയുമ്പോഴത്തേക്കും മറ്റുള്ള തെങ്ങുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കായ്ച്ചു തുടങ്ങുമല്ലേ. പിന്നെ ഇഷ്ടംപോലെ മരങ്ങളാണ്, മരങ്ങളാണ്. 102 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ 1 ഇഞ്ച് പോലും വെറുതെ കിടക്കണില്ല, മൊത്തം മരങ്ങളാണ്. പിന്നെ കുറച്ച് റബ്ബറുണ്ട്, ഒരു പേരിന് മാത്രം കുറച്ച് റബ്ബർ വെട്ടുന്നുണ്ട്. അതിങ്ങനെ തൊട്ടടുത്ത വീട്ടിലൊരു ചേട്ടന് വെട്ടാൻ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് മരങ്ങൾ റബ്ബറുണ്ട്. ഇനിയിപ്പോൾ റബ്ബർ താല്പര്യമില്ലാത്തവർക്ക് അതും കൂടി ഒഴിവാക്കിയിട്ട്, പിന്നെ നമ്മളെ സ്ഥലത്തിൻ്റെ കിടപ്പവശം കണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ വന്നു ലാസ്റ്റ് വരേണ്ടി കേട്ടോ, ഈ റബ്ബറിൻ്റെ ലാസ്റ്റ് അത് വരെ അവിടെയാണ് അതിൻ്റെ അതിര് വരുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്ന് നോക്കാം. ഇവിടെയൊക്കെ പിന്നെ പ്ലാവ് തന്നെയാണ് താരം. 40 പ്ലാവ് പറഞ്ഞാലേ എവിടെയെന്ന് ചോദിക്കും ചില ആളുകളെ. അപ്പോൾ ഈ ഒരു പറമ്പിൻ്റെ അതിരിലൂടെ മുഴുവൻ പ്ലാവുകളാണ്, ഇങ്ങനെ അതിര് മുഴുവൻ പ്ലാവ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അല്ലേ. ഈ റബ്ബർ വെച്ചവിടെ മാത്രം നമുക്ക് റബ്ബറിന് വളരാനുള്ള സൗകര്യത്തിന് ചെറിയൊരു ചാല് വെട്ടിയിട്ടുണ്ട്. അല്ലാതെ വലിയ കുന്നോ ചെരുവോ ഒന്നുമില്ല അല്ലേ. ഈ ഒരു 1 2 3 4 5 ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയ ചാല് പോലെ, അത് റബ്ബർ തോട്ടങ്ങളൊക്കെ പതിവല്ല ഈ വളമിടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക, മൊത്തത്തിൽ നിരപ്പ് തന്നെയാണ്, നമുക്കൊക്കെ ഒന്നും കുഴിയില്ല. ഇനിയിപ്പോൾ ചില ആളുകൾ വിചാരിക്കേ സ്ഥലമൊക്കെ എടുത്ത് പ്ലോട്ടാക്കിയില്ല, ഒരു കുടുംബത്തിനൊക്കെ എടുത്തൊരു 3-4 ആൾക്ക് വീടൊക്കെ വെക്കണം പറഞ്ഞാൽ ബിസ്മില്ല. അപ്പം ഇവിടെയും ഉണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, പ്ലാവോട് പ്ലാവ് വരിയാറ്റ് സ്കൂൾ അസംബ്ലിക്ക് അറ്റൻഷനിൽ നിൽക്കണ പോലെ ഇവിടെ നിന്ന് പ്ലാവുകൾ നിൽക്കണുണ്ട്, വരി തെറ്റാതെ നിൽക്കുന്നുണ്ട. അതിലൊക്കെ കുരുമുളക് ഉണ്ട് കേട്ടോ, നല്ലൊരു കുരുമുളക്. അപ്പം ഇങ്ങനെ ചക്കയൊക്കെ പഴുത്തിങ്ങനെ വീഴുന്നുണ്ട്. ആഞ്ഞിലി ചക്കേ സാധാ എന്താ പറയുക, നല്ല മധുരം. അത് നമ്മൾ കിളികൾ മാത്രമല്ല മനുഷ്യരും കഴിക്കും, മരുന്നിന് ഉപയോഗിക്കും അല്ലേ, പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന. അപ്പോൾ ഇതിങ്ങനെ ഇഷ്ടം പോലെ അതിലൊക്കെ കുരുമുളകുണ്ട്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് പരിചരണമോ നനയൊന്നും ആവശ്യമില്ല, അതിങ്ങനെ വളർന്നോളും അല്ലേ. അത് മാത്രമല്ല ചില ആളുകൾക്ക് മരത്തിലായിരിക്കും കണ്ണ്. വില നോക്കട്ടെ, നമുക്ക് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ മരം വിറ്റാലും കാശാകുമല്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും മരങ്ങളൊന്നും വെട്ടരുത് കേട്ടോ. എന്താ വെച്ചാൽ ഇത്രയും മരങ്ങൾ, ഇത്രയും പ്ലാവുകളൊക്കെ നട്ട് നനച്ച് വളർത്തി വലുതാക്കണമെങ്കിൽ നല്ല പാടുണ്ട്. പിന്നെ മനുഷ്യരുടെ ആവശ്യങ്ങളാണ് അല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടം. അതിങ്ങനെ ഈ അതിര് കണ്ടില്ലേ, നമുക്ക് അതിരെന്ന് വെച്ചാൽ അതിരിനോട് ചേർന്നല്ല കേട്ടോ, കമ്പിവേലിയുടെ കല്ലൊക്കെ കുറച്ചും കൂടെ അപ്പുറത്തെ പോണ്. നമുക്ക് കുറച്ച് വിട്ടിട്ട് പ്ലാവുകളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ വരി തെറ്റാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് വെച്ച് നട്ട് നനച്ച് വളർത്തിയ ആളിന് ഇപ്പോൾ ഒരുപാട് പുണ്യം കിട്ടും. കാരണം അത്രയും മരങ്ങളാണ് ഈ ഒരു പറമ്പിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നില്ലേ, ചില ആളുകൾ ചോദിക്കാറുണ്ട് നിഷാദേ ഇങ്ങനെ വെറും മൊട്ട സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ചില സ്ഥലങ്ങളത്ത് മരങ്ങളൊന്നും കാണില്ല. അപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണിക്കാം അല്ലേ. ഇതൊക്കെ നോക്കിയേ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് അല്ലേ.
അത്രയും പ്ലാവ് നിറച്ച് ചക്കയും ചെറിയ ചക്കകളും പിന്നെ ഇവിടുന്ന് ഇതാ പറങ്കി മൂച്ചികൾ എല്ലാം കായ്ക്കുന്ന പറങ്കി മൂച്ചികളാണ്. ഇതിൻ്റെ ഒരു ബോർഡർ ആ ഭാഗത്താണ്. നമുക്ക് എന്തായാലും ഈ ഇവിടെ കിണർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇതുവഴി വന്നിട്ട് കിണറും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. ഇതാണ് അതിര്. ഈ പ്ലാവിൻ്റെ അവിടെ നിന്നൊരു 2 അടി അവിടെയാണ് അതിര് വരുന്നത്. പിന്നെ കിണർ നേരത്തെയുള്ള കിണർ ഇവിടെ ആയതുകൊണ്ടേ പുതിയ കിണറൊന്നും അവിടെ കുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് തന്നെ മോട്ടർ, പഴയൊരു വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട്. പക്ഷെ നിലവിൽ പുതിയ വാട്ടർ ടാങ്ക് നമുക്ക് വീടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മോട്ടർ വെള്ളത്തിനകത്ത് ഇറക്കി വെക്കുന്ന മോട്ടറാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അവിടെ എത്തും. അപ്പോൾ ഇതാണ് അതിര്. ഈ ഒരു കിണറിനോട് ചേർന്ന് പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഈ കിണർ അപ്പുറത്തെ പറമ്പിലെ കിണർ അവിടെ അപ്പോൾ കുടിവെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. വലിയൊരു പ്ലാവ് ഇവിടെയുണ്ട്. പിന്നെ ഇത് തന്നെയാണ് അത്. ഈ കിണർ കഴിഞ്ഞാൽ കിണറിൽ ഇലകളൊന്നും വീഴണ്ടെന്ന് പറഞ്ഞിട്ട് അവർ എന്താ പറയുക, നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്തും അത്യാവശ്യം വെള്ളമുണ്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ വന്ന് അവിടെ അതിര് കാണാം, ഇവിടെ അതിര് കാണാം. ഈ അതിരിലൊക്കെ പ്ലാവാട്ടോ. 40 കൂടുമോ? കാരണം നമ്മൾ നോക്കുന്നിടത്തെല്ലാം പ്ലാവാണല്ലോ അല്ലേ. ഇങ്ങനെ പോയി ഇവിടെയൊക്കെ അടിപൊളി പ്ലാവുകളാണ്. എന്തായാലും മരക്കച്ചവടക്കാരുടെ കണ്ണിൽ പെട്ടാൽ പിന്നെ അവർ സ്ഥലത്തിൻ്റെ വിലയൊന്നും നോക്കില്ല, മൊത്തത്തിൽ വില പറഞ്ഞ് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു ഇവിടെയൊക്കെ ചെറിയ ചെറിയ തെങ്ങുണ്ട്. ഇതൊക്കെ ഒന്നും കൂടി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിലെ നമ്മളെ പഴയ തെങ്ങുകളുടെ സമയം കഴിയുമ്പോഴത്തെ പുതിയ തെങ്ങുകളായി അത്യാവശ്യം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതാണ് അതിര്. ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊരു ഇതാണ്ടല്ലേ, ഇവിടെയും തെങ്ങ് തന്നെ ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അല്ല തെങ്ങല്ല, പ്ലാവുണ്ട്, ഇഷ്ടംപോലെ പ്ലാവല്ലേ. ചുറ്റോട് ചുറ്റും ഈ 1 ഏക്കർ സ്ഥലത്ത് ചുറ്റോട് ചുറ്റും എന്താ പറയുക, അങ്ങനെ കിടക്കുകയാണ് പ്ലാവുകൾ, നീണ്ടു നേർന്നിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ കാണിക്കണോ? ഇനി നമ്മൾ ആ വീടിൻ്റെ ഒരു അകം പരിസരം ഒന്നും കാണിച്ചില്ലല്ലേ. അതും കൂടി ഒന്ന് ഭയങ്കര കാണിച്ചിട്ട് പെട്ടെന്ന് വില പറയല്ലേ. ആളുകളിങ്ങനെ പ്ലാവന്നല്ലേ ഇനിയിപ്പോൾ എന്താ കാണുന്നു ചോദിക്കല്ലേ. എന്നാലും കൂടെ ദൂരെ വരുന്ന ആളുകൾക്കേ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇത്രയും ദൂരം വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വന്ന് മൊത്തത്തിൽ കാണിക്കുന്നത്. ചില ആളുകളുണ്ടാകും വന്ന് കാണാൻ സമയം ഉണ്ടാവില്ല, അപ്പോൾ ആരെങ്കിലും പറഞ്ഞായിരിക്കും. പക്ഷെ അപ്പോൾ അവർക്ക് വന്ന് കണ്ട പോലെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ അതിരിലൊക്കെ കുരുമുളക് തന്നെ കേട്ടോ. ആ പ്ലാവുകളിൽ മുഴുവൻ കുരുമുളക് തന്നെയാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അതിര് നമ്മളെ കുറച്ചപ്പുറത്ത് നമുക്ക് റബ്ബറാണ്. നമ്മളെ പറങ്കിമാവൊക്കെ അല്ലേ പൂവിട്ട് തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പഴങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വില പറഞ്ഞാലോ? പിന്നെ അതിരങ്ങനെ നമ്മളവിടെ റബ്ബർ വരുമ്പോൾ കാണിച്ചല്ലോ അല്ലേ. ഇതാണ് പുതിയ തെങ്ങുകൾ. ഇനി നമുക്ക് ആ വീടിൻ്റെ പരിസരം കൂടി കണ്ടിട്ട് പെട്ടെന്ന് വില പറയാം. അങ്ങോട്ട് വാ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകം കൂടി പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മിന്നിച്ച് കാണിക്കാം അല്ലേ. നമുക്ക് ഏകദേശം ഒരു അത്യാവശ്യം ഗസ്റ്റുകളൊക്കെ വന്ന് ഇരിക്കാൻ മാത്രം സൗകര്യമുള്ള സിറ്റൗട്ടാണ്, വലിയ സിറ്റൗട്ടാണ്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായ ഹോളാണ് അല്ലേ. പിന്നെ വിശാലമായ ഹാളെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹോളാണ്, ഡൈനിങ് ഹോളായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അല്ലേ അതിന് പുറമെ നമുക്കൊരു 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ ഒരെണ്ണം ഇവിടെ, ഇതും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്ക് വലിയ ചൂടൊന്നും അടിക്കില്ല. മുകളിലൊക്കെ ഈ ഓട് പതിച്ചത് കൊണ്ടല്ലേ, പഴയകാല വീടുകളിലാണ് ഈ ഓടൊക്കെ ഉള്ളത്. അതുകൊണ്ട് കുറച്ച് ചൂട് നമുക്ക് കുറവ് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമതൊരു ബെഡ്റൂം ഇവിടെ ഉണ്ട്. പിന്നെ ഇതും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അല്ലേ. ഓടൊക്കെ പതിച്ച് നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. അലമാരയ്ക്കുള്ള സ്പേസൊക്കെ ചുമരിൽ തന്നെയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ 1, 2 ഇനി ഒരു ബെഡ്റൂം ഉണ്ടാകും, 3 എണ്ണമല്ല നമ്മൾ പറഞ്ഞ്. എന്തായാലും അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ. ഈ ഒരു കിച്ചൺ നമുക്ക് വാർത്തിട്ടില്ല, രണ്ടാമത് ഇങ്ങനെ ഇറക്കിയിരിക്കുകയാണ്, ഓടാണിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വെളിച്ചമൊക്കെ ഉണ്ട്. വളരെ വിശാലമായ വീതിനിയും അല്ലെ പാത്രങ്ങൾ വയ്ക്കാനും ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു റൂമും കൂടി അല്ലേ. ഓടിട്ട റൂമിൽ ഇനി കാറ്റൊക്കെ കൊണ്ട് കിടക്കണമെങ്കിൽ ഇതും ഒരു ബെഡ്റൂമായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുറത്താണ് നമുക്ക് ടോയ്ലറ്റ് സൗകര്യം ഉള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റില്ലേ. നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും. അപ്പോൾ പഴയകാല ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്ത് വേണ്ട, പുറത്ത് മതി ടോയ്ലറ്റ് എന്ന് വെച്ചിട്ട് അല്ലേ. ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റ് അല്ലേ, 925 സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഏരിയ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീടിനുണ്ട് 3 ബെഡ്റൂമും അല്ലേ, ഹാളും കിച്ചണൊക്കെ സൗകര്യമുള്ള ഒരു കുടുംബത്തിന് അത്യാവശ്യം താമസിക്കാൻ സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് മാത്രമല്ല ഒരു 1 ഏക്കർ സ്ഥലമൊക്കെ കയ്യിൽ കിട്ടി അത്യാവശ്യം നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം അല്ലേ. കുറച്ച് കന്നുകാലികളെ വളർത്താനോ അതല്ലെങ്കിൽ ഇനി ഒരു 3-4 വീടുകൾ വയ്ക്കാനോ, അതല്ല ഫ്യൂച്ചറിൽ ഇതൊക്കെ മുറിച്ച് പ്ലോട്ടാക്കി കൊടുക്കാനോ എന്തിനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ മുകളിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചുറ്റോട് ചുറ്റും പച്ചപ്പ് കാണാൻ പറ്റും.
ആഞ്ഞിലച്ചക്ക നിറഞ്ഞു നിൽക്കണല്ലോ, ഇലയാണോ ചക്കയാണോന്ന് അറിയില്ല. അന്ന് ആ പ്ലാവിലേക്ക് നോക്കിയേ, ഇഷ്ടം പോലെയാണ് അല്ലേ. അതായത് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെയാണ്. കിളികളുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കാട്ടോ വൈകിട്ടും രാവിലെയൊക്കെ. വിശപ്പ് മാറ്റാൻ എന്താ പറയുക, അത്രത്തോളമാണ് അല്ലേ. ഇനിയിപ്പോൾ എത്ര പക്ഷികൾ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇതാ ഇവിടെ ഒരു റംബുട്ടാൻ്റെ മരം ഉണ്ടല്ലോ അല്ലേ. ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ താഴെ 2 ടാങ്ക് വെച്ചിരിക്കും. ഒന്ന് കിണർ വെള്ളവും ഒന്ന് നമുക്ക് പൈപ്പ് വെള്ളം. ഈ രണ്ടിനും സെപ്പറേറ്റ് ടാങ്ക് വെച്ചിരിക്കുകയാണ്. ആഹാ, കുരുമുളകാണല്ലോ അല്ലേ. കുരുമുളകൊക്കെ നമ്മുടെ ഇതിലൊക്കെ ഇഷ്ടംപോലെ കുരുമുളക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ കറുത്ത പൊന്ന്. അപ്പോൾ ഇനിയിപ്പോൾ വല്ലാണ്ട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏകദേശം എല്ലാവരും കണ്ടു കാണും. നമ്മൾ വിശദമായിട്ട് തന്നെയാണ് നടന്ന് കാണിച്ചത്. ഒരേക്കർ ഏകദേശം 1 ഏക്കർ 5 സെൻറ്റോളം ആധാരത്തിലുണ്ടാവും. നമുക്ക് അന്ന് അളന്നപ്പോൾ 1-2 കാണിച്ചത്. അപ്പോൾ നമ്മൾ 1 ഏക്കർ 2 സെൻറ്റാണ് നമ്മൾ കാണിക്കുന്നുള്ളൂ, അല്ല പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ പരിസരത്തെ വിലയൊക്കെ പറഞ്ഞല്ലോ. അപ്പുറത്തൊക്കെ സ്ഥലങ്ങൾ വിറ്റതാണ് 80 രൂപയ്ക്കൊക്കെയാണ് വിറ്റത്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചിട്ടുള്ള വിലയാണ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ട സ്ഥലങ്ങൾ മുഴുവനും, മരങ്ങൾ മുഴുവനും, ചെടികൾ മുഴുവനും പറഞ്ഞ പോലെ 40ഓളം പ്ലാവുകളുള്ള 10ഓളം കായ്ക്കുന്ന തെങ്ങുകളുള്ള ഈ ഒരു മനോഹരമായ 1 ഏക്കറിൽ കൂടുതലുള്ള ഈ ഒരു സ്ഥലവും ഈ ഒരു വീടും സൗകര്യങ്ങളും എല്ലാം കൂടി കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ടോട്ടൽ 70 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ 70 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരിട്ട് വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ടത് ഓണറെ തന്നെയാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അവർക്ക് നേരിട്ട് വിളിക്കാം, സംസാരിക്കാം. വളരെ പെട്ടെന്ന് ഒരു അർജൻറ്റ് സെയിൽ എന്ന് പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് കൊടുക്കണമെന്ന്, അതായത് വേറെ ഒന്നുമല്ല, വിദേശത്താണ് ഓണർ ഉള്ളത്. അപ്പോൾ ഒരു മാസം ലീവിനൊക്കെയാണ് വരിക. അപ്പോൾ പെട്ടെന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അവസാന വാക്കുമല്ല, 70 എന്നുള്ളത് ഒരു നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരുന്ന് അവരുമായി നേരിട്ട് കണ്ട് സംസാരിക്കുക. ലൊക്കേഷനൊക്കെ ഞാൻ അയച്ചുതരാം. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ വേറൊന്നും പറയേണ്ടതില്ലല്ലോ. പാലക്കാട് ജില്ലയിലെ നമ്മൾ തടക്കശ്ശേരി എന്ന് പറയുമ്പോൾ, കേരളശ്ശേരി പഞ്ചായത്തിലെ തടക്കശ്ശേരി എന്ന് പറയുമ്പോൾ പത്തിരപ്പാൽ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരാം. അല്ല, നമ്മൾ കോങ്ങാട് റൂട്ടിന് വരുമ്പോൾ, ഇനി കോങ്ങാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു 5 കിലോമീറ്ററാണ് ജംഗ്ഷനിലേക്ക് ഉണ്ടാവുക. അവിടെ നിന്ന് ഒരു 700 മീറ്റർ ദൂരമാണ് ഇങ്ങോട്ട് ഉണ്ടാവുക. അപ്പോൾ 12ാം വാർഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിലയും കാര്യങ്ങളും പറഞ്ഞു. ഓർഡർ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തില്ലേ. ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതൊരു ബൈ.